ഹലോ 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 ഹായ് ഹലോ. രണ്ട് പേരുണ്ടല്ലോ ഇവിടെ, ആരാധ്യയും ദൻ അമന്യയും രണ്ട് പേരുണ്ട്. ഹലോ, സുഖല്ലേ രണ്ടാൾക്കും? സാറ് പറയുന്നത് കേൾക്കുന്നില്ലേ? സാറ് പറയുന്നത് കേൾക്കാനും സാറിനെ കാണാനൊക്കെ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ ആരാധ്യ? ഹലോ ഹലോ. ആരാധ്യക്ക് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് സാർ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, ഹായ് ഹായ് ഹായ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നും ഇല്ല. ആ യെസ്, സെറ്റ്. ഹലോ ആരാധ്യ. ഹലോ, നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാധ്യ ക്യാമറയ്ക്ക്, ഫോൺ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഫ്രണ്ട് ക്യാമറ കംപ്ലീറ്റ് ബ്ലർ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ എന്തോ എന്തോ ഒരു കുഴപ്പമുണ്ട്, ബ്ലർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഇത് രണ്ടാളുടെയും അമന്യയുടെ ക്യാമറ ഇതേപോലെ തന്നെയാണല്ലോ, എന്തോ ബ്ലർ ഉണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്കൊന്ന് പരസ്പരം പരിചയപ്പെടാം. പരിചയപ്പെടാം. ആ യെസ്. ആരാധ്യ, സാറിന്റെ പേര് ആശിഷ് എന്നാണ്. സാറിന്റെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, ഇതേപോലെ ആരാധ്യയുടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോടാണ്. ഓക്കെ ഫൈൻ. കോഴിക്കോട് എവിടെയായിട്ട് വരും? കോഴിക്കോട് പേരാമ്പ്ര ഉണ്ടല്ലേ? ഞങ്ങളുടെ തൃശ്ശൂർ ഉണ്ട് ഒരു പേരാമ്പ്ര, തൊട്ടടുത്താണ് പേരാമ്പ്ര. ഓക്കെ ഫൈൻ. കോഴിക്കോട് എനിക്ക് ആകെ പരിചയമുള്ള രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് ബാലുശ്ശേരി, രണ്ട് മണ്ണഞ്ചിറ. കേട്ടിട്ടുണ്ടോ ഈ രണ്ട് സ്ഥലങ്ങള്? അടുത്താണോ? അടുത്താണല്ലേ? ഓക്കെ ഫൈൻ. ആരാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മ. ഒറ്റ മോളാണോ ആരാധ്യ? ഒറ്റ മോളാണല്ലേ? സാറും അതെ, ഒറ്റ മോനാണ്. നമ്മൾ രണ്ടും സെയിം പിച്ച് സെറ്റ്. ഓക്കെ ഫൈൻ. ഇനി സാറ് തിരിച്ചു വരാം. സാറിന് കുറച്ച് പേരും കൂടി ഇവിടെ പരിചയപ്പെടാനുണ്ട്. ആരൊക്കെയാണത്? നിവേദ്, കാർത്തിക്, മഹേഷ്. രണ്ടുപേരും ക്യാമറ ഓൺ ചെയ്ത് വെച്ച്. നിവേദന്റെ ക്യാമറ ഓൺ ആയിരുന്നു. അമ്മ നിവേദനെ സഹായിക്കുന്നുണ്ടായിരുന്നു ക്യാമറ ഓൺ ചെയ്യാനായിട്ട്. നിവേദ ഹലോ, ക്യാമറ ഓൺ ചെയ്ത് വെക്കാം. അമന്യ പോയോ? അമന്യ പോയോ? അമന്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമന്യ, നല്ല പേരാണ് അമന്യ. ഹലോ, അമന്യ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ആ ഇവിടെ ഉണ്ട്. ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. അമ്മനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ആ പെട്ടെന്ന് ഓണാക്ക്. നല്ല നല്ല ഉഷാറുള്ള സൗണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. ഹലോ അമന്യ. ഹായ്. ആ ഹായ്. ഇങ്ങനെ ചിരിച്ച മുഖങ്ങൾ, നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അമന്യ, അമന്യയുടെ സ്ഥലം എവിടെയാണ്? കണ്ണൂരാണ്. ആ കണ്ണൂര് നമ്മുടെ അഫ്രാദ് സാറിന്റെ സ്ഥലമാണത്. ഇവിടെ പഠിപ്പിക്കുന്ന ഒരു സാറാണ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറാണ് അഫ്രാദ്. പുള്ളിയുടെ സ്ഥലമാണ് കണ്ണൂര്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും കണ്ണൂരാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നെന്നുള്ളത്. ശരിയാണോ? തള്ളാണ് ഞാൻ പറഞ്ഞത്. അറിയില്ല, പുറത്തൊന്നും പോകാറില്ല. ഇപ്പൊ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാറില്ലേ? വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ. ഓക്കെ, അപ്പൊ അഫ്രാദ് സാറിന്റെ തള്ള അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ചിലപ്പോ നല്ല ഫുഡ് കിട്ടുമായിരിക്കും അല്ലെ? ഓക്കെ, കണ്ണൂർ എവിടെയായിട്ട് വരും? കണ്ണൂര് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ. എവിടെയാ? ആലക്കോടാണ്. ഓക്കെ ഫൈൻ. ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. എങ്കിലും ഇനെങ്ങാനും കണ്ണൂർ വരാണെന്നുണ്ടെങ്കിൽ ആലക്കോട് വഴി പോകാലോ എനിക്ക്. എന്റെ കുട്ടി ഉണ്ടെന്ന് പറയാലോ, ഞാൻ പഠിപ്പിച്ച കുട്ടി ഉണ്ടെന്ന് പറയാലോ. ഓക്കെ ഫൈൻ. അപ്പൊ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയൻ, അമ്മ, അച്ഛൻ. ഓക്കെ ഫൈൻ. അനിയൻ എന്ത് ചെയ്യുന്നു? 2 വയസ്സായി. ഓക്കെ, ചെറിയ കുട്ടിയാണല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ ഫൈൻ. ഇതേപോലെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അമന്യ, സാറിന് ഒരു പരിചയമില്ല എങ്കിലും സാറിനോട് റെസ്പോണ്ട് ചെയ്ത ആ ഒരു വേ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ യെസ്. ദെൻ അടുത്തത് നമ്മുടെ നിവേദും കാർത്തിക്കും. കാർത്തിക് മഹേഷ്. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കാർത്തിക് മഹേഷ് എവിടെയോ കേട്ടിട്ടുള്ള നല്ല പരിചയമുള്ള പേര്. കാർത്തിക് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. സാർ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റ്. കാർത്തിക് ഹലോ. സൗണ്ട് കൊള്ളാം. സൗണ്ട് എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള സൗണ്ട്. കാർത്തിക് സുഖല്ലേ നിനക്ക്?
സുഖാണ്, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, കുഴപ്പമില്ല. കാർത്തികിന്റെ സ്ഥലം എവിടെയാണ്? ഈരാറ്റുപേട്ട എന്ന് പറയും. എവിടെയാ? കോട്ടയത്താണ്. ഓക്കെ, ഇവിടെ അടുത്താണ് ഈരാറ്റുപേട്ട, കോട്ടയം. സാറിന്റെ സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ. സാറിന് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുള്ളൂ, 2 മണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് എത്താം. ഓക്കെ, ഇപ്പൊ ഈരാറ്റുപേട്ടയാണ് സ്ഥലം. കാർത്തികിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും ചേച്ചിയുണ്ട്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ ഫൈൻ കുട്ട, അടിപൊളി, സെറ്റ്. ഓക്കെ, ദെൻ അടുത്ത ആളിലോട്ട് നമുക്ക് പോവാം. നിവേദ് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നില്ല. ഹലോ നിവേദ്, ഹായ്. നിവേദ്, നിങ്ങൾ എല്ലാവരും ക്യാമറ ഇങ്ങനെ സൈഡിലോട്ട് ചെരിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അതായത് ഹോറിസോണ്ടൽ ആയിട്ട് പിടിക്കാൻ ശ്രമിക്കാം. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറിന് നിങ്ങളുടെ സ്ക്രീൻ ഫുൾ ആയിട്ടല്ല കാണുന്നത്, നിങ്ങൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അതായത് സ്ക്രീൻ ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാമറ, അതായത് ഫോൺ ഇങ്ങനെ, അതായത് ഹോറിസോണ്ടൽ ആയിട്ട് വെക്കണം. ഇങ്ങനെ വെച്ചാലാണ് സാറ് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിടിക്കാൻ ശ്രമിക്കാം കേട്ടോ. മാക്സിമം ഇങ്ങനെ ഫോൺ വെക്കാൻ ശ്രമിക്കാം, എങ്കിലാണ് ക്ലിയർ ആയിട്ട് കാണുള്ളൂ. ഓക്കെ ഫൈൻ. ദെൻ നിവേദ്, ഹലോ, ഹായ്. നിവേദ് പഠിക്കാനായിട്ട് ബുക്കും പേനയും ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ട്, പെൻസിലാണല്ലോ കയ്യിലിരിക്കുന്നത്. അൺമ്യൂട്ട് ചെയ്താടാ, അൺമ്യൂട്ട് ചെയ്തേ. സാറ് അൺമ്യൂട്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തേ, പറ്റുന്നുണ്ടോ അൺമ്യൂട്ട് ചെയ്യാൻ? നോക്കി, ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല, അൺമ്യൂട്ട് ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവില്ല, ഇല്ലേ? നോക്കിക്കേ. ആ സെറ്റ്. ആരവിടെ എത്തി നോക്കുന്ന? അനിയനാണോ? ഇന്ന് മാറിപ്പോടാന്ന് പറഞ്ഞ് തള്ളി നീക്കുന്നുണ്ട് അനിയനെ. ഓക്കെ, നിവേദിന്റെ സ്ഥലം എവിടെയാണ്? മലപ്പുറംകാരനാണ്. ഓക്കെ ഫൈൻ. മലപ്പുറത്ത് എവിടെ? വേങ്ങല. എനിക്കറിയില്ല, മലപ്പുറം വേങ്ങലയാണ് സ്ഥലം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കുട്ടികളെ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ സ്ഥലപ്പേരുകൾ കേട്ട് ഇങ്ങനെ പരിചിതമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ഥലപ്പേരുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫൈൻ. മലപ്പുറത്ത് വേങ്ങലയാണ് സ്ഥലം. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയനെ ഞാൻ കണ്ടു. ദെൻ അച്ഛൻ, അമ്മ, അനിയൻ എത്രല്ല പഠിക്കുന്നേ? അംഗൻവാടിയിലാണ്. അതാണ് അവൻ ഇങ്ങനെ എത്തി നോക്കുന്നത്, ചേട്ടൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സെറ്റ്. വെരി ഗുഡ്. ദെൻ നമുക്ക് ഒരാളും കൂടെ പരിചയപ്പെടാം. അമ്മനെ ക്യാമറ ഓൺ ചെയ്ത് വെക്കേട്ടോ, മറക്കരുത്. രോഹൻ, ഹലോ. അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ സാറ്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. യെസ്, സെറ്റ്. രോഹൻ എവിടെയാണ് ഇരിക്കുന്നേ? ആ, എവിടെയാ? നല്ല ചിരി. ഇതിന് ചിരി ഇഷ്ടപ്പെട്ടു, കൊള്ളാടാ. ഈ ചിരി കണ്ട് നമുക്ക് എല്ലാവരെയും വീട്ടാം. അപ്പൊ രോഹന്റെ സ്ഥലം എവിടെയാ? കായംകുളത്താണ്, ആലപ്പുഴ. ഓക്കെ, രോഹന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, ചേട്ടൻ, അപ്പച്ചൻ. ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഏവിയേഷൻ പഠിക്കുന്നു. ഓക്കെ, ഏവിയേഷൻ ആണ്. നല്ല കോഴ്സാണ്. ഏവിയേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, നല്ല സാലറി ഉള്ള ജോലി കിട്ടും. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഏവിയേഷൻ പഠിച്ചിപ്പോൾ ജോലി കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇവിടെ ഒരാളും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അശ്വന്ത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ബാക്കി എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് നിവേദേ ക്യാമറ ഓൺ ചെയ്ത് വെച്ചടാ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. അശ്വന്തും കൂടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ്. നമുക്കൊരു കൂട്ടുകുടുംബം പോലെ എല്ലാവരും ക്യാമറ ഓൺ ആണെന്ന് പറയാം. അശ്വന്ത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഹലോ, അശ്വന്ത് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദെൻ നൈതിക. അശ്വന്തിന്റെ മുടി എന്റെ മുടി പോലെ ഇരിക്കുന്നു താഴോട്ട്. അശ്വന്ത് അൺമ്യൂട്ട് ചെയ്തേ. അശ്വന്ത് അൺമ്യൂട്ട് ചെയ്തേ. സാർ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. യെസ്. അശ്വന്ത് സുഖല്ലേ? സുഖമാണ്. അശ്വന്തിന്റെ സ്ഥലം എവിടെയാ? മുടിക്കോട് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? തൃശ്ശൂരാണല്ലോ. നമ്മൾ തൃശ്ശൂരുകാരാ. ഞാനും തൃശ്ശൂർ തന്നെ, ചാലക്കുടി. ഓക്കെ, അശ്വന്തിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ഞാൻ, അനിയത്തിയും അനിയനും ഉണ്ടല്ലേ? ഓക്കെ ഫൈൻ. ദെൻ എനിക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. നൈതിക എസ് ചരിത്ര. അതാണോ പേര്? ആണോ? നൈതിക എസ് ചരിത്ര അമ്മയുടെ പേരാണ്. പിന്നെ
അങ്ങനെ ആ പേര് കിടന്നേ. അപ്പൊ നിന്റെ പേരെന്താടാ? അലൻ സി ജോസി. ആഹാ, അലൻ സി ജോസി, വലിയൊരു പേരാണ്. ഓക്കേടാ, അടിപൊളി. അലൻ സി ജോസിയുടെ സ്ഥലം എവിടെയാ? പൊൻകുന്നം, കോട്ടയത്താണ്. ആ സെറ്റ്. എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, സാർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ അലൻ സി ജോസിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചി, അനിയത്തി, ഞാന്, അമ്മ. ആ, ഒരുപാട് പേരുണ്ട്. അച്ചാച്ചൻ, അമ്മച്ചി. ഓക്കെ. ചേച്ചിക്ക് എന്ത് ചെയ്യുന്നു? 10 കഴിഞ്ഞ് 10 റിസൾട്ട് എങ്ങനെയുണ്ട് റിസൾട്ട്? ആ, CBSE ആയിരുന്നു. 97%. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. 91. ഓക്കെ ഓക്കെ, 91. നല്ല മാർക്കാണ്, നല്ല മാർക്കാണ്, ഒട്ടും കുറവല്ല, നല്ല മാർക്കാണ്. ഓക്കെ, ഫൈൻഡാ. അലൻ സി ജോസി. ഞാനിവിടെ റീനെയിം ചെയ്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഇടയ്ക്ക് നൈതിക എന്ന് വിളിക്കുമ്പോ നീ വിളി കേട്ടോളൂട്ടാ. ഓക്കേടാ, അലൻ. അലൻ, യെസ്, സെറ്റ്. ഞങ്ങളുടെ പേര് മാറ്റി വെച്ചിട്ടുണ്ട്, അലൻ. ഓക്കെ, ഫൈൻ, സെറ്റ്. ദെൻ ഇപ്പൊ എല്ലാവരും ഓക്കെ ആയി, എല്ലാവരും സെറ്റ് ആയിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇവിടുന്ന് പോയായിരുന്നു? ഇല്ല, ഒരാൾ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, സയാൻ അക്മൽ. സയാൻ അക്മൽ. ഞാൻ എല്ലാവരും പരിചയപ്പെട്ടിട്ടാണ് ഞാൻ ക്ലാസ്സിലോട്ട് കടക്കുള്ളൂ കേട്ടോ. നിങ്ങൾ കേട്ടോ, ഓരോ കൂട്ടുകാരുടെ പേര് നിങ്ങൾ കേട്ടോ വെച്ചോ. സയാൻ, ഹലോ. സയാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ച എല്ലാവരും ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് എന്തിനാ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് അറിയോ? ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറയുന്നത് അറിയോ? കാരണം നിങ്ങളെ സ്കൂളിലോട്ട്, ഇപ്പൊ നിങ്ങൾ സ്കൂള് അധികം വൈകാതെ സ്കൂൾ ഓപ്പൺ ആകില്ല. 10 ദിവസം കൂടെ ഉള്ളൂ, 10-11 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നു, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സ്കൂളിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. നല്ല കൊടയും ബാഗും ദെൻ ഇൻസ്ട്രുമെന്റ് ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ബുക്കും പെൻസിലും പേനയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലോട്ട് നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ്സിലോട്ട് കടന്നു വരും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് ടീച്ചറെ വിഷ് ചെയ്യും അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞ് നീട്ടി വലിച്ചൊരു വിഷ് ഉറപ്പാണ് ടീച്ചർമാർക്ക് എല്ലാവർക്കും നിങ്ങൾ കൊടുക്കാറുണ്ട് ഇല്ലേ? ടീച്ചർമാരെ നിങ്ങളെ വിഷ് ചെയ്യുന്നു. ദെൻ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇതേപോലെ മുഖം പൊത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ മുഖം പൊത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും ആ ടീച്ചർക്ക് ദേഷ്യം വന്ന് ആ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകൂലേ? അപ്പൊ നിങ്ങള് ക്ലാസ് റൂമിൽ മുഖം പൊത്തി പിടിക്കുന്ന പോലെയാണ് ഇവിടെ ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ കാണാൻ പറ്റുക? നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാലാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ എപ്പോഴും ഓൺ ചെയ്തിരിക്കണം, എങ്കിലാണ് നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നേ, പഠിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, നോട്ട് എഴുതുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. സയാൻ, ഹായ്. സയാന്റെ സ്ഥലം എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂര് ഞാൻ പറയാം, നിലമ്പൂര് നമ്മുടെ എറണാകുളം അല്ല, എറണാകുളം ആ വശമാണ്. മലപ്പുറം. ഓക്കെ, സെറ്റ്. മലപ്പുറത്താണ്. മലപ്പുറത്ത് 2 മലപ്പുറംകാരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. 2 മലപ്പുറംകാരുണ്ട്. സയാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ ഉപ്പ കാക്ക. ഓക്കെ, സെറ്റ്. കാക്ക എന്ത് ചെയ്യും? കാക്ക എന്ത് ചെയ്യുന്നു? എവിടെയാ? എയർപോർട്ടിലാണ്. ഓക്കെ, അടിപൊളി അടിപൊളി, സെറ്റ്. ഏവിയേഷൻ ആണോ പഠിച്ചേ? ഏവിയേഷൻ ആണോ ഇക്കാക്ക പഠിച്ചത്? പിന്നെന്താ, ഏത് കോഴ്സ് പഠിച്ചേ? ബികോം ലോജിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ദെൻ അപ്പോ സാർ എല്ലാവരും പരിചയപ്പെട്ടു അല്ലെ? ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആരാധ്യ എന്നിട്ട് പോയോ? ആരാധ്യ, കാർത്തിക്, നിവേദ്, അശ്വന്ത്, സയാൻ, അമന്യ, റോഹൻ, അലൻ സി ജോസി, എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? എല്ലാവരും നമ്മള് പരിചയപ്പെട്ടു. അപ്പൊ സാർ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊന്നല്ല വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഒരു ചാറ്റ് ബോക്സ് അവിടെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ, സൂമിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ചാറ്റ് ബോക്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സബ്ജക്ട് ഏതാ? അത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവരും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണല്ലോ, അതേപോലെ തന്നെ സാറിന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചോളൂ. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന? മാത്സ് ആണ്. സയാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ദെൻ അടുത്ത ആള്, വേറെ ആർക്കും ഒരു സബ്ജക്ട് ഇഷ്ടമല്ലേ? ഈശ്വര, വേറെ ആരും ഒന്നും പഠിക്കാറില്ല. ആരാധിക്കും, അതെ, സെയിം സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. മാത്തമാറ്റിക്സ് റോഹൻ.
രോഹൻ മാത്തമാറ്റിക്സ്. ഈശ്വര, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ കയറി ചോദിക്കുമ്പോൾ ഇത്രയധികം കുട്ടികൾ മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം മാത്തമാറ്റിക്സ് ചെയ്യാനും ഇത് രസമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, അത് മര്യാദയ്ക്ക് ചെയ്തില്ല, പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ഡിം എന്ന് പോകാൻ പാകത്തിലുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജസ് പറയും, ഇംഗ്ലീഷ് പറയും, മലയാളം പറയും. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. മന്നിക്കും അതെ മാത്സ് ആണ്. ഓക്കെ അലൻ സെറ്റ് നമ്മുടെ ആളാണ്. യെസ്, മാത്തമാറ്റിക്സ് എൻ്റെ പൊന്നിയെ ചാറ്റ് ബോക്സ് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. കാർത്തിക്കും പറയുന്നു മാത്തമാറ്റിക്സ് ആണ്, എല്ലാവരും മാത്സാ പറയുന്നത്. മാത്തമാറ്റിക്സിൽ ഇത്ര അധികം മാത്തമാറ്റിക്സ് പറഞ്ഞത് കൊണ്ട് തന്നെ സാറ് നിങ്ങൾ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് അല്ല, സാറ് ശരിക്കും പറഞ്ഞ ഫിസിക്സ് ടീച്ചറാണ്. ഓക്കെ, ബേസിക് സയൻസ് ഫിസിക്സ് ടീച്ചർ, ഇതാണ് സാറ്. പക്ഷെ മാത്തമാറ്റിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സാറ് കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഇവിടെ. ഓക്കെ, അൺമ്യൂട്ട് ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഒരു മിനിറ്റ്. യെസ് യെസ് യെസ്, പെട്ടെന്ന് ഉത്തരം പറയാം കേട്ടോ. സാർ അൺമ്യൂട്ട് ഓൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇപ്പുറത്തെ ചാറ്റ് ബോക്സിൽ. യെസ്, സെറ്റ്. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാം. സാറ് ചോദിക്കട്ടെ, ഈ 5ന്റെ സ്ക്വയർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? 5ന്റെ സ്ക്വയർ ആർക്കൊക്കെ 5ന്റെ സ്ക്വയർ പെട്ടെന്ന് പറയാം? മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ, എത്രയും പെട്ടെന്ന് പറയാലോ. 5ന്റെ സ്ക്വയർ എത്രയാ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് അൺമ്യൂട്ടിന്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാം. പറഞ്ഞു രോഹൻ. 25, 25 ഓൾറെഡി അവൻ പറഞ്ഞു. അലൻ സി ജോസി പറഞ്ഞു 25 ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 5ന്റെ സ്ക്വയർ പെട്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും 25 ആണ്. മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള എല്ലാ കുട്ടികളും പറയും ഇത് തന്നെയാണ്, 25 ആണ് അല്ലെ? 5ന്റെ സ്ക്വയർ ബേസിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് മാത്തമാറ്റിക്സിൽ. 1 മുതൽ 10 വരെയുള്ള സ്ക്വയറുകൾ നമുക്കറിയാം 25 ആണ്. ഇനി സാറ് പെട്ടെന്ന് ചോദിക്കുകയാണ് 35ന്റെ സ്ക്വയർ എത്രയാ? ഈ 5ന്റെ സ്ക്വയർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് 35ന്റെ സ്ക്വയർ പറയാൻ പറ്റുമോ? രോഹ, അല, അമന്യ, സയാൻ, ആരാധ്യ, നിവേദ്, അശ്വന്ത്, കാർത്തിക്, എത്ര? 70. അത് 35 പ്ലസ് 35 അല്ലടാ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 35ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 35 ആ. ഓക്കെ, 35 ഇൻറ്റു 35 ആണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഓക്കെ, ചെറിയൊരു ട്രിക്ക് ഉണ്ട്. സാർ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ട്രിക്ക് പറഞ്ഞു തന്നു മാത്രം. ഇത് നിങ്ങൾക്ക് ബുക്കും പേനയൊന്നും ഉപയോഗിക്കാതെ തന്നെ കണ്ടുപിടിക്കാം. മൈൻഡ് മാത്ത് ആയിട്ട് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ കണ്ടുപിടിക്കാം. ട്രിക്ക് പറഞ്ഞു തരട്ടെ സാറ്? എങ്ങനെയാ അത് ചെയ്യുന്നതിനുള്ള ട്രിക്ക് പറഞ്ഞു തരട്ടെ? 5ന്റെ ട്രിക്കാണ് കേട്ടോ സാറ് പറഞ്ഞു തരുന്നത്. മാത്തമാറ്റിക്സിലെ 5ന്റെ ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 5ന്റെ സ്ക്വയർ എത്രയാ? 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണെന്ന് അറിയാം അല്ലെ? 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണെന്ന് അറിയാം. അപ്പോൾ ആ 25 ഇവിടെ എടുത്ത് എഴുതി. കാരണം ഈ 35ന്റെ അവസാനത്തെ സംഖ്യ 5 ആണ് കിടക്കുന്നത്. അപ്പൊ 25 എടുത്ത് എഴുതി. ദെൻ ഫസ്റ്റ് കിടക്കുന്ന സംഖ്യ ഏതാ? 3 ആണ് അല്ലെ? ഫസ്റ്റ് കിടക്കുന്ന സംഖ്യ 3 ആണ്. 3 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാ? 4 ആണ് അല്ലെ? 3 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 4 ആണ്. 3 കഴിഞ്ഞ് 4 ആണ് വരാം. അപ്പൊ ആ 3 അവിടെ എടുത്ത് എഴുതി. ആ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 4 എത്രയാണ്? 12 അല്ലെ? 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. ആ 12 എടുത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരായി 1225. ശരിയാണെന്ന് നോക്കിയേ. കാൽക്കുലേറ്റർ എന്ത് വേണമെങ്കിലും എടുത്ത് നോക്കാം. ശരിയല്ലേ? ഇത് നിങ്ങൾക്ക് ബുക്കോ പേനോ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. സാറ് അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിക്കേ, 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ 45ൽ അവസാനം കിടക്കുന്നത് ഏതാണോ 5 ആണ്. 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. 25 എടുത്ത് എഴുതി. ദെൻ ഫസ്റ്റ് സംഖ്യ ഏതാ? 4 ആണ്. 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാ? 5 ആണ് അല്ലെ? 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 5 ആണ്. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20, 20. ആ 20 എടുത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരായി 2025. ഈസി. നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് ഈസി ട്രിക്കാണ്, സിമ്പിൾ ട്രിക്കാണ്. ഇതേപോലെ അടുത്തത് പറയാം. 55ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനമുള്ള സംഖ്യ ഏതാ?
5 ആണ് അല്ലെ, അവസാനമുള്ള സംഖ്യ 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. എടുത്ത് എഴുതി വെച്ചു, സെറ്റ് ആക്കി അവിടെ എടുത്ത് എഴുതി വെച്ചു, ഉറപ്പിച്ചു. നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഏതാ? 5 ആണ്. 5 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാ? 6 ആണ്. അപ്പൊ 5 into 6 എന്ന് പറയുന്നത് 30. 3025. സയാൻ പറഞ്ഞോളൂ. സയൻ എന്താ ചോദിക്കുന്നുണ്ടായില്ല? 3025 ഉത്തരായി. ഇതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. 95ന്റെ സ്ക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. മാത്സ് ഇഷ്ടമുള്ള കുട്ടികൾക്ക്, മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് സാറ് കുറച്ച് ട്രിക്സ് പറഞ്ഞു തന്നെ. 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. ഇപ്പൊ സാർ ഇപ്പൊ ഈ പറഞ്ഞു തന്ന മോഡലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പെട്ടെന്ന് ചെയ്യാം, കുറെ സമയമൊന്നും വേണ്ട. കൂടി വന്നാൽ 2-3 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. 2-3 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടും. 9025 ആൻസറായി. എത്ര പെട്ടെന്ന് കിട്ടിയല്ലേ അല്ലെ? എത്ര പെട്ടെന്ന് കിട്ടുന്നേ, ഈസി. എടാ ഇതേപോലെ മാത്തമാറ്റിക്സിലെ മാത്സ് പഠിക്കാനായിട്ട് ഒരുപാട് ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് സമയം കളയാതെ നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടാതെ വരുന്നത് മാത്തമാറ്റിക്സ് ചെയ്യാനായിരിക്കും. കാരണം അവസാനം എല്ലാ പ്രോബ്ലങ്ങളും നമ്മളിങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് സൈഡിൽ ഇങ്ങനെ വരച്ച് 95 × 95, 5 × 5 25, 5 ബാക്കി 2 ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇതേപോലെ ടൈം കളയാതെ നമുക്ക് ഇതേപോലെ ട്രിക്ക് പഠിച്ചാൽ മാത്തമാറ്റിക്സ് ഈസി ആയിട്ട് ചെയ്തു തീർക്കാം. അതാണ് അതിന്റെ ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മാത്സ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് സാർ ഒരു ട്രിക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ ഒരുപാട് ട്രിക്സ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറ് നിങ്ങളെ പഠിപ്പിച്ചു തരും നമ്മൾ 90+. ഓക്കെ, അത് മാത്സിലാണ്. സാറിന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്. അപ്പൊ സാറ് ഇനി ഫിസിക്സിലോട്ട് കിടക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ ഫിസിക്സിന്റെ നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങള് കണ്ണടച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കാന്ന് വിചാരിക്കുക. കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു. നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഇരുട്ടാണല്ലേ. എല്ലാവർക്കും കാണുന്നത് എന്താണ്? ഇരുട്ടാണ്. കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരുട്ടാണ് കാണുന്നത്. കണ്ണ് തുറന്നാലോ? കാർത്തികൻ, കണ്ണ് തുറന്നാലോ? കണ്ണ് തുറക്കുമ്പോഴോ? കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നേ? വെളിച്ചം അല്ലേ? വെളിച്ചം. നമുക്ക് കാണുന്നത് എന്താണ്? വെളിച്ചമാണ്. അപ്പോ ഒരു വസ്തു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അമന്യ പറഞ്ഞേ, ഒരു വസ്തു നമുക്ക് കാണാൻ വേണ്ടി എന്ത് വേണം? അങ്ങോട്ട് ചെയ്തോളൂ. ഒരു വസ്തു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? മിടുക്കി. ഒരു വസ്തു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വേണം? കണ്ണ് വേണം, കാഴ്ച വേണം അല്ലേ? കണ്ണും വേണം, കാഴ്ച വേണം. കണ്ണും കാഴ്ച ഇല്ലാത്തവർക്ക് ഒരു വസ്തു കാണാൻ പറ്റുമോ? ഇല്ല, കണ്ണ് വേണം. അതിനുശേഷം കണ്ണുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? രാത്രി നല്ല കൂരിട്ടിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? കൂരിട്ട് നമുക്കൊന്നും കാണില്ല. അപ്പൊ നമുക്ക് ആവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ലൈറ്റ് വേണം. ഓക്കെ, അപ്പൊ നമുക്കൊരു വസ്തുവിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ലൈറ്റും വേണം, കണ്ണും വേണം, കാഴ്ചയും വേണം. അപ്പോ എന്താണ് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് സയൻസില് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിന് ഡെഫിനേഷൻ എഴുതാം? നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ? ഇല്ലേ? നീയ, ഹലോ, നീയ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. നീയനെ മാത്രം ഞാൻ വിളിച്ചിട്ടില്ല, നീ ഇപ്പോഴാണ് കയറി വന്നതെന്ന് തോന്നുന്നു. നീയ ക്യാമറ ഓൺ ചെയ്ത് വെക്കാട്ടോ. ഹലോ നീയ, ഹലോ. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാറിനല്ലേ? നീയുടെ സ്ഥലം എവിടെയാ? കല്ലൂർക്കാട്. അതെവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? എറണാകുളത്താണ്. സാറിന്റെ വീട് തൃശ്ശൂരാണ് കേട്ടോ, ചാലക്കുടി, തൊട്ടടുത്ത എറണാകുളത്തിന്റെ. ഓക്കെ, നീയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിയും അനിയനുണ്ടോ? അടിപൊളി. സാർ ഒറ്റ മോനാണ്. സാറിനിങ്ങനെ അനിയനോ ചേട്ടനോ കാര്യങ്ങളൊന്നും ഇല്ല. സാർ ഇങ്ങനെ ഒറ്റയ്ക്ക്, എന്നെ പോലെ തന്നെ കൂട്ടുകാരി ഉണ്ട്, ആരാധ്യ ഒറ്റ മോളാ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനർജി കിട്ടും അല്ലെ? അല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തിനാ? എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കുന്നത്. എന്തിനുള്ള എനർജി? ഓടാനും ചാടാനും നിൽക്കാനും അല്ലെ? ഓടാനും ചാടാനും നിൽക്കാനും എഴുതാനും വായിക്കാനും വരയ്ക്കാനും ഒക്കെ ഉള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാ? ഭക്ഷണത്തിൽ നിന്നാണ് അല്ലെ കിട്ടുന്നത്.
അല്ലെ, ഭക്ഷണത്തിൽ നിന്നാണ്. ഇതേപോലെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജി ആണ്. ഓക്കെ, ലൈറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ഫോം ഓഫ് എനർജി ആണ്. ലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുക? ഓരോ വസ്തുക്കളെ കാണാൻ അല്ലടാ, നമുക്ക് ഓരോ വസ്തുക്കളെ കാണുന്നത് എപ്പോഴാ? വെളിച്ചം വരുമ്പോഴാണ് ഒരു വസ്തുവിനെ കാണുന്നത് അല്ലെ. അപ്പൊ ലൈറ്റ് നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഓരോ വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ലൈറ്റ് നമ്മളെ സഹായിക്കുന്നത് ഓരോ വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സയൻസില് ലൈറ്റിന്റെ ഡെഫിനേഷൻ എങ്ങനെ പറയാം? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഈ എനർജി നമ്മൾ എന്തിനു സഹായിക്കുന്നു? ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ട് അല്ല. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് എനേബിൾസ് അസ് ടു സീ ഒബ്ജക്ട്സ്. ഓക്കെ, ഓരോ ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ എനർജി നമ്മളെ സഹായിക്കുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാണ് എന്താണ് ലൈറ്റ്, വാട്ട് ഈസ് ലൈറ്റ് എന്ന് നിങ്ങളോട് ഒരു ടീച്ചർ ചോദിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടുകാർ ചോദിച്ചു എന്താണ് ലൈറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? വെളിച്ചം. അത് ലൈറ്റിന്റെ മലയാളമാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അത് നിങ്ങൾക്ക് പറയാൻ കിട്ടണം. ഇപ്പൊ സാറ് ചോദിക്കാം, നിവേദ എന്താണ് ലൈറ്റ്? നിവേദ് പറഞ്ഞു എന്താണ് ലൈറ്റ്? നിവേദേ പോയോ? നിവേദ നിവേദ എന്താണ് ലൈറ്റ്? ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. എന്തിനു സഹായിക്കുന്നു? ഓരോ വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എനർജിയാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരാധ്യ അവിടെ കിടപ്പായോ? സിനിമ കാണുന്ന പോലെ ക്ലാസ് കുത്തിരുന്ന് കാണുന്നത്. ഇങ്ങനെയാണോ ക്ലാസ് റൂമിൽ ഇരിക്കണ്ടേ? ഓക്കെ, സെറ്റ്. അപ്പോ ലൈറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി സാറ് പറയാം, ഈ ലൈറ്റിന് കുറച്ച് എന്തുണ്ട്? കുറച്ച് ഫിനോമിനൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെയാണ് റിഫ്ലക്ഷൻ. ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഒരു സ്ഥലത്ത് ചെന്ന് തട്ടി മറ്റൊരു സ്ഥലത്തോട്ട് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ലൈറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? യെസ്, ഗ്ലാസ്സിലാണ്. ലൈറ്റ് ഏറ്റവും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഗ്ലാസ് ആയിരിക്കും. അതായത് മിറർ ആയിരിക്കും. മിറർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത്ര നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്? വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണല്ലേ. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് എന്ത്? നമ്മുടെ മിറർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മിറർ ആണ് ഏറ്റവും അടിപൊളിയായിട്ട് ലൈറ്റിനെ എന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്യാം. A smooth, shining and flat surface which rebounds the light back in same or in the different direction is called a mirror. അപ്പൊ എന്താണ് മിറർ എന്ന് പറഞ്ഞാൽ? ലൈറ്റിനെ വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? റീബൗണ്ട്, അതായത് തിരിച്ചു വരുത്തണം. അത് അങ്ങോട്ട് നിന്ന് തട്ടി തിരിച്ചു വരികയാണ്. അതാണ് അങ്ങനെ ഒരു സ്മൂത്ത് സർഫസ് ആണ് മിറർ എന്ന് പറഞ്ഞാൽ. ലൈറ്റിന്റെ ഒരു ഫിനോമിനൻ പഠിച്ചു, എന്താണ്? റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ. ഇനി സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറച്ച് ടേംസ് പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഫിസിക്സില്, അതായത് ബേസിക് സയൻസിലെ ഫിസിക്സില് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് ടേംസ്. ഈ ഫിസിക്സിൽ നിങ്ങൾ മിറർ വരയ്ക്കാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് ഇതേപോലെ ഇതിങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് ദിസ് ഈസ് മിറർ എന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ല. മിററിന് പകരം എന്തുണ്ട്? ഒരു സിമ്പിൾ ഉണ്ട്. ആ സിമ്പിൾ ആണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ ഇതെന്താണ്? മിററാണ്. മിറർ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. മിററിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം വരയ്ക്കാൻ. എങ്ങനെ വരയ്ക്കും? ഒരു ലൈൻ ഇടാ, താഴെ ഇങ്ങനെ ചെരിച്ച് കുറച്ച് വരകൾ ഇട്ട് കൊടുത്താൽ ഇതെന്താണ്? മിററാണ്. ഓക്കെ, അതിനെയാണ് മിറർ എന്ന് പറയുന്നത്. ആണ് നമ്മുടെ കണ്ണാടി. ഓക്കെ, അപ്പൊ നമ്മള് മിറർ എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇതെന്താ ഈ പച്ച കളർ ഉള്ളത്? ഓഫ് കോഴ്സ് അത് മിറർ ആണല്ലേ. ഓക്കെ, ഓഫ് കോഴ്സ് അത് മിറർ ആണ്. ദെൻ സാറ് ഈ ഒരു പോയിന്റില് ഒരു ടോർച്ച് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ഒരു ടോർച്ച് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് സാറ് ലൈറ്റ് അടിക്കാം. ഏതാണ് ആ ലൈറ്റ്? ഇത് എങ്ങനെ പോകുന്നു? ഇങ്ങനെ പോയി ഈ ഒരു പോയിന്റിൽ വന്ന് തട്ടു. ഓക്കെ, O എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് തട്ടി അതെന്ത് ചെയ്തു? മിററിൽ വന്ന് ലൈറ്റ് തട്ടിയാൽ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തു പോകും അല്ലെ. സ്വാഭാവികമായിട്ട് അത് റിഫ്ലക്ട് ചെയ്തു പോകും. അപ്പൊ അതങ്ങനെ റിഫ്ലക്ട് ചെയ്തു പോയി. അപ്പൊ സാർ എന്താ ചെയ്ത? ഒരു ടോർച്ച് കൊണ്ടുവച്ചു. ഈ ടോർച്ചിന് ലൈറ്റ് അടിച്ചു. ഈ ലൈറ്റ് മിററിൽ വന്ന് തട്ടി ഈ ഒരു പോയിന്റിൽ വെച്ചത് റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചത് റിഫ്ലക്ട് ചെയ്തു.
ഈ വന്നു വീഴുന്ന ലൈറ്റിനെ സാർ ഒരു പേരിട്ട് വിളിക്കുകയാണ്. ഇപ്പൊ എൻ്റെ പേര് ആശിഷ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ വന്നു വീഴുന്ന ലൈറ്റിന്റെ പേര് ഇൻസിഡന്റ് റേ എന്നാണ്. വന്നു വീഴുന്ന ലൈറ്റിന്റെ പേര് ഇൻസിഡന്റ് റേ. ഈ സെന്ററിലുള്ള ഈ ഇങ്ങനെ കുത്തായിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിന്റെ പേര് എന്താണ്? നോർമൽ എന്നാണ്. അശ്വന്ത കേൾക്കുന്നുണ്ടോ? നോർമൽ എന്നാണ്. ഓക്കെ, ഡോട്ടഡ് ആയിട്ട് വരച്ച ലൈനിന്റെ പേര് നോർമൽ. പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട്, കുപ്പിയല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. ദെൻ ഈ ഒരു റേ കണ്ടോ, ഇങ്ങനെ പോയത് റിഫ്ലക്ട് ചെയ്ത് പോയ റേന്റെ പേര് റിഫ്ലക്റ്റഡ് റേ എന്നാണ്. റിഫ്ലക്റ്റഡ് റേ. 3 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? വന്നു വീഴുന്നത് ഇൻസിഡന്റ് റേ, പെർപെൻഡിക്കുലർ ആയിട്ട് ഡോട്ടഡ് ആയിട്ട് വരച്ചത് ആരാണ്? നോർമൽ. ദെൻ റിഫ്ലക്ട് ചെയ്തു പോയ റേ റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്ട് ചെയ്തു പോയത് റിഫ്ലക്റ്റഡ് റേ. 3 പോയിന്റ് പഠിച്ചു അല്ലെ? 3 പോയിന്റ് പഠിച്ചു. ഇന്ന് സാറ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ നോർമലും ഇൻസിഡന്റ് റേയും ഈ നോർമലും തമ്മിൽ ഇടയിൽ ഒരു ആംഗിൾ കണ്ടോ? ഒരു ആംഗിൾ കണ്ടോ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഐ. ദെൻ ഈ നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആർ. ഐ മാറും. മനസ്സിലായില്ലേ? നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിള് ഐ, റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിള് ആർ. ഐയും കിട്ടി, ആറും കിട്ടി. ഈ ഐക്ക് ഒരു പേര് പറയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആറിനൊരു പേര് പറയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. 2 പോയിന്റ്സ് നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാർ ആദ്യം പറഞ്ഞത് മിറർ എങ്ങനെ വരയ്ക്കണം, മിററിന്റെ ഡയഗ്രാം. ദെൻ വന്നു വീഴുന്ന ലൈറ്റ് റേനെ എന്ത് പേരിട്ട് വിളിച്ചു? ഇൻസിഡന്റ് റേ. മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളവനെ നോർമൽ. ദെൻ മിററിൽ വന്ന് തട്ടി റിഫ്ലക്ട് ചെയ്തു പോയവനെ റിഫ്ലക്റ്റഡ് റേ. നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിള് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സാർ ഈ പറഞ്ഞ പോലെ ആർക്ക് തിരിച്ചു പറയാൻ പറ്റും? സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ നോക്കിയിട്ട് ആർക്കൊക്കെ തിരിച്ചു പറയാൻ പറ്റും? ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അവിടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ സൂമിൽ തന്നെ ഉണ്ട്. അമ്മന്നെ കൈപോക്കിയതാണോ? ഹാൻഡ് റൈസ് ചെയ്താണോ? അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഹാൻഡ് റൈസ് ചെയ്യുക. അങ്ങനെ കൈൻ്റെ ഒരു സിമ്പിൾ വരും അവിടെ. ഓക്കെ, അമന്യ പറഞ്ഞോളൂ. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. അമന്യ പറയാണ്, അമന്യ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. സാർ എന്താ പറയുന്നത് അമന്യ തിരിച്ചു പറയാൻ പോവാണ്. പറഞ്ഞോളൂ. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് നോർമലും പിന്നെ റിഫ്ലക്റ്റഡ് റേ. പിന്നെ എന്താണ്? അതെന്താണ്? നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ഐ. അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ അത് നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. മിടുക്കി. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ പഠിച്ചത് എന്താണെന്നറിയോ? നമ്മളിപ്പോ പഠിച്ചത് വലിയൊരു സയൻസാണ്. ഫിസിക്സിലെ ബേസിക് സയൻസിലെ വലിയൊരു സയൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് അതിന്റെ ഹെഡിങ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇവിടുത്തെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. കേട്ടോ? നീ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. യെസ്, അതെ അതെ അതെ, നമ്മുടെ ഫഹദ് വാസിൽ പറയുന്നില്ലേ? അതെ 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 അതെ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടി? ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷന് 2 പോയിന്റ് ഉണ്ട്, 2 മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതാണ് സാറ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പൊ പഠിച്ച ഇൻസിഡന്റ് റേ പ്ലസ് ആരുണ്ട്? നോർമൽ. പിന്നെ ആരുണ്ട്? റിഫ്ലക്റ്റഡ് റേ. ഈ 3 പേരും ആരാണ്? 3 പേരും കൂട്ടുകാരാണ്.
മൂന്ന് പേരും കൂട്ടുകാരാണ്. ഇവരെപ്പോഴും ഒരുമിച്ചുണ്ടാവും, എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഒരു വൈറ്റ് ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചിരിക്കുള്ളൂ. അതാണ് ഇവരുടെ പ്രത്യേകത. ഓക്കെ, മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചിരിക്കുള്ളൂ. അതാണ് സാറ് പറയുന്ന സെക്കൻഡ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ സർഫസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് ഈ മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് അപ്പൊ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ആംഗിള് 30 ഡിഗ്രി ആയാൽ ഈ ഒരു ആംഗിളും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. 40 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി തന്നെ. ഓക്കെ, 40 ഡിഗ്രി തന്നെ. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. കണ്ടോ? when the light reflected from a smooth surface, the angle of incidence and angle of reflection are equal. I is equal to R. രണ്ട് പ്രധാനപ്പെട്ട ലോസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട ലോസ് നമുക്കിത് ആവശ്യമുണ്ട്. നിങ്ങൾ തുടർന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. സാർ ഈ പറഞ്ഞ ടോപ്പിക് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ സാർ നിങ്ങളെ രണ്ട് ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ലൈറ്റ് എന്താണെന്ന്. ഓക്കെ, ലൈറ്റ് എന്താണെന്ന് പഠിപ്പിച്ചു, മിറർ എന്താണെന്ന് പഠിപ്പിച്ചു, റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിപ്പിച്ചു, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ 4 ടോപ്പിക് ആയല്ലോ അല്ലെ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ എത്ര സമയം എടുത്ത് പഠിപ്പിക്കാനായിട്ട്? എത്ര സമയം നിങ്ങൾ ചെലവാക്കി? 10 മിനിറ്റ്, 15 മിനിറ്റ്. അതിനു മുന്നേ നമ്മൾ പരിചയപ്പെടാതെ ചെയ്തല്ലേ? അതിന് മുന്നേ നമ്മൾ വീട് എവിടെയും ചോദിച്ചു, നാട് എവിടെയെന്ന് ചോദിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ 4 ടോപ്പിക്ക് പഠിച്ചു തീർത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 4 ടോപ്പിക്ക് പഠിക്കോ? ഇല്ല, പഠിച്ചു തീർക്കില്ല. ഇതാണ് നമ്മുടെ പ്രത്യേകത. ഓക്കെ, നമ്മളെ ഇങ്ങനെ രസകരമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് മനസ്സിലാകും. മനസ്സിലായില്ലേ? ഇപ്പോൾ സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഈസി ആയിട്ട് മനസ്സിലായില്ലേ? മാത്തമാറ്റിക്സിലെ ട്രിക്ക് മനസ്സിലായില്ലേ? ആ, സെറ്റ്. ഇത്രയുള്ള കാര്യം. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്ക് പഠിക്കാനായിട്ട്. ഇനി സാറ് ക്ലാസ് കഴിഞ്ഞു സാർ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. സാറ് കുറച്ച് ഉപദേശമാവാം. ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. എന്നെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. നിങ്ങൾ കളഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ചെവി കൂടെ കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെ AI പറ്റി കേട്ടിട്ടില്ലേ? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലേ? AI എല്ലാവർക്കും അറിയാം. AI എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ സാറ് ChatGPT, അറിയാത്തവരുണ്ടാകാൻ വഴിയില്ല എങ്കിലും പറയുന്നു. ജെമിനി, അറിയാത്തവരുണ്ടാവില്ല, അറിയായിരിക്കും. മെറ്റ, വാട്സാപ്പ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരു വട്ടം കാണാം, അത് മെറ്റയാണ് ഇല്ലേ? സയാൻ അറിയില്ലേ? ആ, മെറ്റ അറിയാം, ജെമിനി അറിയാം, ChatGPT അറിയാം, അശ്വന്തിനെ അറിയാം, കാർത്തികിനെ അറിയാം, ആരാധിക അറിയാം, അല്ലെന്ന് പിന്നെ പണ്ടേ അറിയാം അല്ലേ? രോഹൻ അറിയാം, അമിനിക്ക് അറിയാം. അമിന് ജെമിനിന്ന് കേട്ടപ്പോൾ തുള്ളി ചേർന്നുണ്ട്. ജെമിനിയിലിട്ട് ഫോട്ടോ എടുത്ത് ചെയ്യാറുണ്ട് അല്ലേ? ആ, ഓഫ് കോഴ്സ്, സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ഈ വക AI-ലൊക്കെ ഇട്ട് എന്ത് ചെയ്യുന്നു? ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നു അല്ലെ? ഞാനും ചെയ്യാറുണ്ട്. എൻ്റെ ഫോട്ടോയൊക്കെ മറ്റേ അല്ലു അർജുൻ്റെ A23 എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു പോസ്റ്റർ വെച്ച് എൻ്റെ ഫോട്ടോസ് ഒരുപാട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റെഡ് കളറിലാകുന്ന ഒരു പോസ്റ്റർ ഉണ്ടാവുമല്ലോ, അടിപൊളി സാധനം. എന്നിട്ട് അത് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ BGM കുത്തി കയറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലെ എല്ലാവർക്കും പറ്റിയൊരു പരിപാടിയാണ്. ഞാനും ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ദെൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി മുതൽ ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? നമ്മളിതൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ChatGPT-യിൽ എൻഹാൻസ് ദിസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് തിരിച്ചു കിട്ടും. അത്രേ ഉള്ളൂ. നമ്മൾ ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും അല്ലേ? ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന ആരാ? ഈ ടൂളുകളാണ്. ഈ ടൂളുകളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? AI ടൂൾസ് എന്നാണ് പറയാം. ഓക്കെ, AI ടൂൾസ്. ChatGPT, ജെമിനി, മെറ്റ, ഇതൊക്കെ എന്താണ്? AI ടൂളുകളാണ്. ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന, ഒരു വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ഒരു ചേട്ടൻ, ഈ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സ്ക്രൂ ഡ്രൈവർ എന്താണെന്നറിയാം, സ്പാനർ എന്താണെന്നറിയാം അല്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളാണ് രാജാവേ എന്ന് പറയില്ലേ? ഇതൊക്കെ ആളുടെ എന്താണ്? പണിയായുധങ്ങളാണ് അല്ലേ? ആളുടെ ടൂൾസ് ആണ്. ഇതേപോലെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. AI ടൂൾസ്.
നിങ്ങൾ കണ്ടിട്ടില്ലേ മരിച്ചുപോയവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇല്ലേ? മരിച്ചുപോയ ആൾക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ടോ? അങ്ങനെ സിനിമകളൊക്കെ ഉണ്ട്. മരിച്ചു പോയവരൊക്കെ വീണ്ടും AI ഉപയോഗിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മരിച്ചു പോയവരൊക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നേ? AI ഉപയോഗിച്ച ChatGPT ജെമിനി ഉപയോഗിച്ചിട്ടാണോ? അല്ല. ഇനിയും ഉണ്ട് ഒരുപാട് AI ടൂൾസുകൾ. ക്ലോഡ്, കോഡിങ് പഠിക്കാനായിട്ട് ക്ലോഡ്, ഇതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെഡാൻസ് എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. വെറുതെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് മമ്മൂട്ടിനെ ഇടിക്കണം, എൻ്റെ ഫോട്ടോയും മമ്മൂട്ടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു, ഞാൻ നേരെ പോയിട്ട് മമ്മൂട്ടിനെ ഇടിക്കേണ്ടതായിട്ട് ഒരു വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സ്വാഭാവികം. അപ്പോൾ AI കൊണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഗെയിം ഡെവലപ്പ് ചെയ്യാം, പവർ പോയിന്റ് ഉണ്ടാക്കാം. പവർ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സുകളിലോട്ട് എത്തുമ്പോൾ എന്തായാലും നിങ്ങൾ പവർ പോയിന്റിലായിരിക്കും നിങ്ങളുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ, സെമിനാർ എടുക്കേണ്ടി വരും. ഇതൊക്കെ പവർ പോയിന്റിലായിരിക്കും. ഇതൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാര്യം കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുക? ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് AI കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് AI കോഴ്സ്. AI കോഴ്സിൽ എന്താ നിങ്ങളെ പഠിപ്പിക്കുക? AI ടൂൾസിനെ പറ്റി പഠിപ്പിക്കും. ഏതൊക്കെയാണ് AI ടൂൾസ്? ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇത് മാത്രമല്ല AI ടൂൾസ്, ഇനിയും ഒരുപാട് AI ടൂളുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് AI കോഴ്സ്. ഈ ഒരു കോഴ്സ് നിങ്ങൾ പുറത്ത് പോയി പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫീസ് കൊടുക്കേണ്ടി വരും? 25,000 റുപ്പീസ് കൊടുക്കേണ്ടി വരും മിനിമം. AI കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ 25,000 റുപ്പീസാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്കറിയാം ഇത്രയും എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഒരു ഐഡിയ? നമുക്കറിയാം നമ്മുടെ കുട്ടികൾ, നിങ്ങൾ CBSE സിലബസും, ഇപ്പൊ CBSE സിലബസ് പഠിക്കുന്ന ഇല്ലേ ചേച്ചി? CBSE സിലബസ് ആയിരുന്നു അല്ല? അപ്പോൾ CBSE കുട്ടികൾക്ക് ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ അവർക്ക് AI പഠിക്കാനുണ്ട്. CBSE സിലബസിൽ AI പഠിക്കാനുണ്ട്. പക്ഷെ സ്റ്റേറ്റ് സിലബസിൽ അത് ഇതുവരെ വന്നിട്ടില്ല. ആദ്യം തന്നെ CBSE സിലബസിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാം. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് CBSE സിലബസിൽ പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് അത് വന്നിട്ടില്ല. കാരണം എന്താ? ഡെവലപ്പ് ആയിട്ടില്ല. നമ്മുടെ ഗവൺമെന്റ് അതിനകത്ത് പിന്നാലെ പോകുന്നില്ല. ഒരു നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നത് CBSE കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ സ്റ്റേറ്റ് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? ഒന്നാം ക്ലാസ് മുതലേ സ്റ്റേറ്റ് കുട്ടികൾക്ക് ഇതേപോലെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക്. CBSE കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ കണ്ണ് പുറത്തോട്ട് തള്ളും. അത്ര ടഫാ, അത്ര ബുദ്ധിമുട്ടാ. അത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര തല വേണം. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ ടഫാക്കി. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ 61,000 പേർക്കായിരുന്നു 10ൽ ഫുൾ A+, 61,400. ഈ വർഷം എത്ര ഉണ്ടെന്നറിയോ? 30,000 പേർക്കുള്ളൂ, നേർപകുതി. അതിനർത്ഥം ക്വസ്റ്റ്യൻ പേപ്പർ അത്രയധികം ടഫായി, വാല്യുവേഷൻ അത്രയധികം ടഫായി. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തന്നെയാ, ഒരു മാറ്റമില്ല. നിങ്ങൾക്കും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് 40ൽ 4 കുറയും. 4 മാർക്ക് കുറയുന്നല്ല, 40ൽ 4 ആവുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം ഭയങ്കര ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു മലയായിട്ട് മാറും. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കണം. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു കാര്യം പഠിച്ചു, ഇന്ന് നിങ്ങൾ റിഫ്ലക്ഷൻ പഠിച്ചു, സാറ് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ പറഞ്ഞു, നാളെ നിങ്ങളത് മറക്കും. മറ്റന്നാൾ നിങ്ങളടുത്ത് റിഫ്ലക്ഷൻ എന്താ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ലടാ. ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനായാലും സാറായാലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ മറന്നുപോയിണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു കഴിവെന്ന് പറയുന്നത് മറക്കാനുള്ളൊരു കഴിവാണ്. നമുക്ക് ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കരയും. ഈ സങ്കടം ഓർത്ത് നമ്മൾ എന്നും കരയോ? ഇല്ല. ഒരു 10 ദിവസം കഴിഞ്ഞ് കരയോ? ഇല്ല. നമ്മളത് മറന്നിട്ടുണ്ടാവും. അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യം. നമ്മളൊരു കാര്യം പഠിച്ചു, അതിന്റെ അതേ ഒരു ഇന്റൻസിറ്റിയോട് കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും, അല്ലെ? റിവൈസ് ചെയ്യാം. അത് വീണ്ടും വായിച്ചു നോക്കുമ്പോൾ നമ്മളൊരു കാര്യം 10 മിനിറ്റ് കൊണ്ട് പഠിച്ചത് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം, അല്ലെ? അങ്ങനെയാണ് അതിന്റെ ടെക്നിക്ക്. അങ്ങനെയാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലടാ, ഇല്ലേ? എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്കായി, അയ്യോ ബാക്കി എന്താ ചെയ്താ, ബാക്കി മറന്നുല്ലോ, ഇല്ലേ?
മറന്നു പോകാറില്ലേ? ഇല്ലേ സായാനെ? അശ്വന്റെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ പകുതി വെച്ച് വിട്ടുപോകാറില്ലേ? അല്ല രോഹ ഇല്ലേ? സ്വാഭാവികം. അതെന്തുകൊണ്ടാ? റിവൈസ് ചെയ്യാത്തതുകൊണ്ടാ. റിവിഷനിലുള്ള പ്രശ്നം. അപ്പൊ 90+ നമ്മളിവിടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ഇതേപോലെ ഒരു ക്ലാസ്സുകളും ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലും ഇതേപോലെ സാറുമാര് നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ റിപ്ലൈ തന്ന് സംസാരിക്കാം. സാർ അങ്ങോട്ട് സംസാരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നു. കേരളത്തിൽ ഒരു ക്ലാസ്സസ് ഉണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോ, കേരളത്തിൽ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഒക്കെ എല്ലാ സ്ഥലത്തും റെക്കോർഡ് ക്ലാസ് ആണ്. ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും, അവിടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വിടും. അല്ലാതെ സാറുമാര് ആ സ്പോട്ടിൽ റിപ്ലൈ തരുന്ന ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലില്ല. നമ്മുടെ 90+ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നറിയോ? ക്യാപ്സ്യൂൾ നോട്ട് നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു പാർട്ട് 1 ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക. ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ട് ഇത്ര ഉണ്ടാവുള്ളൂ, ചെറുതായിരിക്കും. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുന്നതിന് പകരം ഈ ക്യാപ്സ്യൂൾ നോട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി. ദെൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ശേഖരമാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത് നിങ്ങൾ ലേബറിൻ്റെ വാങ്ങേണ്ട ആവശ്യമില്ല, എക്സാം പോയിന്റ് വാങ്ങേണ്ട ആവശ്യമില്ല, ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ കുറച്ച് നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. പ്ലസ് വർക്ക്ഷീറ്റ്. എന്താണ് വർക്ക്ഷീറ്റ്? നിങ്ങളൊരു കാര്യം പഠിച്ചു, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണാതെയോ എങ്ങനെയൊക്കെ പഠിച്ചു തീർത്തു. വെറുതെ ആ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് ഉപകാരം ഉണ്ടോ? അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും? ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണ്ടേ? എങ്കിലല്ലേ എക്സാം നിങ്ങൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതും. സാറുമാർ സപ്പോർട്ട് ചെയ്യും. ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടാവും. ആ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് തരും, ഞാനിവിടെ കൈയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളത് ആൻസർ ചെയ്തു. അത് നിങ്ങൾ ചോദിക്കും സാറേ, അപ്പം ഞാൻ പറയും ഞാനിവിടെ നോക്കുന്നുണ്ടാവും, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിരിക്കാത്തെന്നുള്ളത് നോക്കുന്നുണ്ടാവും. നിങ്ങളത് ആൻസർ ചെയ്യും, നിങ്ങൾ തന്നെ മാർക്ക് ഇടും. എന്നിട്ട് ആ മാർക്ക് നിങ്ങൾ എന്നോട് പറയും. ഇതാണ് വർക്ക്ഷീറ്റ് സെഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലില്ല. നിങ്ങൾക്ക് ഈ സാറ് പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കാം, ഉണ്ടാവില്ല. ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഉള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരും, ഉറപ്പായിട്ടും. ചുമ്മാ പറയുന്നതാ, ശരിക്കില്ല. ഓക്കെ, അപ്പോൾ AI കോഴ്സ്. എന്തിനാ AI കോഴ്സിനെ പറ്റി പറഞ്ഞേ? ഈ 25,000 രൂപ വിലയുള്ള AI കോഴ്സ് 90+ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് 1 ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് AI നിങ്ങൾ പഠിച്ചോ, ഇതിന് പൈസ വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാറുമാരുണ്ടാവും. എല്ലാ സൺഡേസിലും AI കോഴ്സ് ഉണ്ട്. ഈ AI പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയറിൻ്റെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും AI പഠിച്ചുകൊണ്ടൊന്നും ഉപകാരം. 1 ഇയറിൻ്റെ കോഴ്സാണ്. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. AI കോഴ്സ് കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആവും. ഞാൻ പറഞ്ഞു അധികം വൈകാതെ സ്റ്റേറ്റ് കുട്ടികൾക്കും AI പഠിക്കാനുണ്ടാവും. CBSE കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് സ്റ്റേറ്റ് കുട്ടികൾക്കും AI പറ്റി പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ AI ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഫ്രീ കാരണം നമ്മുടെ സിലബസിൽ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ മുൻകൂട്ടി പഠിക്കുന്നു, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സാറിനോട് ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല, സാർ എല്ലാം പറഞ്ഞു തീർത്തു. നിങ്ങളെല്ലാ ഡൗട്ടുകളും ഞാൻ പറഞ്ഞു തീർത്തു. ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ജസ്റ്റ് കൈ പൊക്കല്ല, അവിടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഹാൻഡ് റൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് സാറിനോട് ഇപ്പം ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത് സാറിൻ്റെ വീട് എവിടെ നിന്ന് മാത്രം ചോദിക്കരുത്, ഞാനത് ഓൾറെഡി പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? രോഹ, സയാൻ, നിയ, നിവേദ്, നിങ്ങളുടെയൊക്കെ പാരൻസ് അടുത്തെന്ന് വിചാരിക്കുന്നു. അമന്യ, ആരാധ്യ, അശ്വന്ത്, കാർത്തിക്, ഡൗട്ട്സ് ഇല്ല? ഓക്കെ ആണ്, സെറ്റാണ്. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു? സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു? സാറിൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ? അപ്പോൾ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പിരിയാം അല്ലേ? പിരിയാ. ശരി. സ്കൂളൊക്കെ തുറക്കാറായി, എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ സാറ് ഇന്നത്തെ രാത്രി വിട പറയുന്നു. ടാറ്റ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.